ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടി 6 വിമത കോൺഗ്രസ് എംഎൽഎമാർ ബിജെപിയിൽ ചേർന്നു 3 സ്വതന്ത്ര എംഎൽഎമാരും ബിജെപി അംഗത്വം സ്വീകരിച്ചു. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബൽ, കനത്ത തിരിച്ചടിയാണ് ഹിമാചലിൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്? 6 വിമത കോൺഗ്രസ് എംഎൽഎമാരും 3 സ്വതന്ത്രരുമാണ് നിലവിൽ ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിനെ തുടർന്ന് ഇവരെ അയോഗ്യരാക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തവണ ഇവർ ബിജെപി അംഗത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അനുരാഗ് ഠാക്കൂർ, അതോടൊപ്പം തന്നെ അരുൺ സിംഗ്, ജയറാം ഠാക്കൂർ, രാജീവ് ബിന്ദർ അടക്കമുള്ള 6 പേരാണ് കോൺഗ്രസ് എംഎൽഎമാരാണ് ബിജെപിയിൽ ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര എംഎൽഎമാർ എന്ന് പറയുന്നത് കിഷൻലാൽ ഠാക്കൂർ, ഒപ്പം കുഷാർ സിംഗ്, ഒപ്പം അതിഷ് ശർമ്മ എന്നീ 3 സ്വതന്ത്ര എംഎൽഎമാരുമാണ് ഇപ്പോൾ ബിജെപി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഈ 3 സ്വതന്ത്ര എംഎൽഎമാരും അവരുടെ നിയമസഭാ അംഗത്വം രാജിവെച്ച ശേഷമാണ് ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ഭീഷണിയില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ എംഎൽഎമാർ വീണ്ടും വിജയിച്ചു വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് കോൺഗ്രസിന് തിരിച്ചടിയാവും. കോൺഗ്രസിന്റെ എംഎൽഎമാരിൽ 39 നിന്ന് 33 ഇതോടെ കുറയുകയും ചെയ്തിട്ടുണ്ട്. അംഗബലം മൊത്തം 68 നിന്ന് 62 മാറുകയും ചെയ്തു. ബിജെപിക്ക് 25 എംഎൽഎമാരാണ് ഉള്ളത്. ഈ 6 എംഎൽഎമാരും അതോടൊപ്പം 3 സ്വതന്ത്രരും കൂടി വീണ്ടും വിജയിച്ചു വന്ന് ബിജെപി പിന്തുണയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ സർക്കാർ താഴെ പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടിയായിക്കൊണ്ടാണ് 6 വിമത കോൺഗ്രസ് എംഎൽഎമാർ ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്.